ആക്ടർ മരിച്ചതുപോലെ അഭിനയിച്ച് സ്വന്തമായി സംസ്കാര ചടങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ സെലിബ്രിറ്റീസും അവിടെ വന്ന് അവനെ പറ്റി നല്ലത് മാത്രം സംസാരിക്കുന്നു. അതേസമയം ശവപ്പെട്ടിക്കകത്ത് ഇവൻ അവിടെ നടക്കുന്നതെല്ലാം കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവന്റെ ഒരു ഫ്രണ്ടിനൊഴികെ വേറെ ആർക്കും ഇക്കാര്യം അറിയില്ല. എല്ലാം കഴിഞ്ഞ് ഇവനെ കുഴിച്ചെടുക്കുന്നതിനായി ആ ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കെ ഫ്രണ്ടിനെ ഒരു കാർ വേഗത്തിൽ വന്ന് ഇടിച്ചു വീഴ്ത്തുന്നു. അത് കണ്ട് പേടിച്ച ഇവൻ തന്റെ മറ്റു ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആരോ പ്രാങ്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ച് അവർ ഇവനെ ബ്ലോക്ക് ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ ഇവൻ തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നു. സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത അവൾ ഇവന്റെ ഫേസ് കണ്ടതും പേടിക്കുന്നു. എന്നിട്ട് അവൾ വേഗം തന്നെ അവനെ രക്ഷിക്കുന്നതിനായി സെമിത്തേരിയിലേക്ക് വരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവർ അവൾ അവന്റെ കുഴിമാടം തോണ്ടുന്നത് കണ്ട് അവൾക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ച് അവളെ പിടിക്കുന്നു. സമയം പോകുന്തോറും അവന്റെ ഫോണിന്റെ ചാർജ് കുറയാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവൻ തന്നെ ശവപ്പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ തന്റെ അവസാനം ഇതാണെന്ന് അവൻ അംഗീകരിക്കുന്നു. ആക്ച്വലി ഈ ആക്ടർ കാശുണ്ടെന്ന അഹങ്കാരത്തിൽ ചുറ്റുമുള്ളവരോട് അഹങ്കാരത്തോടെ പെരുമാറി അത് പുറത്തെറിഞ്ഞ് അവന്റെ കരിയറിനെ ബാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് അവനെ പറ്റി നല്ലത് പറയിപ്പിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. പക്ഷെ ഇപ്പോൾ മരണം മുന്നിൽ കണ്ടവൻ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. നോക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ ആ ശവപ്പെട്ടി തുറന്ന് മരിച്ചുപോയ അവന്റെ ഫ്രണ്ട് അവന്റെ മുന്നിൽ നിൽക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ആ ആക്ടറിനെ തന്റെ തെറ്റ് മനസ്സിലാക്കിക്കുന്നതിനായി അവന്റെ ഫ്രണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്.